മഞ്ഞുരന്തി വെളിച്ചത്തിൽ ചിന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നിൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. മഞ്ഞുരന്തി വെളിച്ചത്തിൽ ചിന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നിൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. കേട്ടു നടുങ്ങി മനമിളകി സന്ദേശവുമായും തെല്ലും തന്നില്ല. ഹൃതിയുടെ പിടിയിലവർന്നു ഞാൻ നാഗാഗീതാനവലംബം. പിന്നിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. കാഹളമുതി പ്രകീർത്തിക്കുവിൻ, കാഹളനാദം സുഖമാക്കും നാശത്തിൽ നിന്നാദാമിൻ സുതരയുയർത്തിയ തിരുസൂനോ. ജീവനെനിക്കു പകർന്നു വരം ആകമണച്ചു. ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും, പാവനമാകും അക്ഷയമുന്നത മഹിമാവിൻ നിക്ഷേപത്തിൻ ഉടമകളാ. വരുവിൻ കർത്താവിനെ വാഴ്ത്താം, വരുവിൻ ഹൃദയെ ഹൃദയാലെ വിജയിച്ചവനെ വാഴ്ത്തിയിടാം. പുനരുത്ഥാനം നൽകുന്നു ആരാധനയും കീർത്തനവും. എല്ലാവരും നിന്നെ കാത്തിരിക്കുന്നു, നേടാൻ നാദാമൃതരെല്ലാം. നിന്നുടെ ആഗമദിനവും കാത്തക്ഷമരായി കഴിയുന്നു. നിന്റെ ശോഭയിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. വാരൊളി ചൂഴ്ന്നു വിരാജിക്കും സിദ്ധരെ നോക്കി നിരാശന്മാർ. പാപികൾ പറയും കർത്താവേ, നിന്ദിനി സത്യം ന്യായവുമാ. ദൈവകൽപ്പന അവർ നിരസിച്ചു, ആദിപിതാവാം ആദത്തിൻ പാപം മൂലം ഭൂലോകം. മൃതിയുടെ പിടിയിലവർ നടലിൻ നടുവിൽ താണു നടത്തെ. വിജയിച്ചൊടുവിൽ ഉയർത്തപ്പോൾ മർത്യനു ശരണം കൈവന്നു. നീതിയുടെ വാതിൽ തുറക്കണമേ, പശ്ചാത്താപം കൊള്ളുകയാൽ കള്ളനു മാപ്പ് കൊടുത്തല്ലോ. നാഥ പാപികനാദാവേ, കന്യാമേരി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. സുതനൊടു നീ ദൈവ വാഴ്ത്തിപ്പാടി നമിക്കുന്നു. ആദിമുതലേക്കുവാമേ ആരാധകരുടെ അർച്ചനകൾ നിൻ തിരുസന്നിധി അടയട്ടെ. ദുഷ്ടപിശാചിൻ വഞ്ചനകൾ നാഥ ഞങ്ങൾ തകർക്കട്ടെ. അസ്ഥിരമല്ലോ ചെടികൾ നീർപ്പോളകൾ പോലെല്ലാം എല്ലാം മാഞ്ഞടിയുന്നു. ഇന്നലെയുള്ളോരിന്നിവിടില്ല, ഇനി വരികില്ല. യാത്രക്കാരാ മുന്നിലതാ സ്ഥിരമല്ലോ ഭുവനവും അതിലെ ചെടികാശകളും നീർപ്പോളകൾ പോലെല്ലാം എല്ലാം മാഞ്ഞടിയുന്നു. പറുദീസ ഞാൻ കണ്ടൊരു ദിനമെൻ ഭാവന തന്നിൽ. എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഭഗം. അസ്ഥിരമല്ല ഭുവനവും മതിയറ്റവരാം കന്യകമാർ
നൈരാശ്യമുടെ കണ്ണനുഗുണമായി പ്രതിഫലമീശൻ നൽകുന്നു. നല്ലവനേകും നാഗസുഖം ദുഷ്ടന്മാർക്കോ തീ നരകം. നാഗത്തിൻ കതിരണയില്ല, നരകത്തിൻ തീ കെടുകില്ല. വിശ്രാന്തിക്കായുന്നതമാ പറുദീസായിൽ ചെന്നൊടുവിൽ പരിശുദ്ധന്മാരൊരുമിക്കും. അവിടെ അവർക്കില്ലധ്വാനം പീഡയുമാതിയുമില്ല വിധം സൗഭാഗ്യത്തിൻ പൂവനമാ. എത്ര വിശിഷ്ടവും മനോഹര പരിശുദ്ധന്മാർ കുടികൊള്ളും നീയല്ലോ. ആദിമുതൽ എന്നേക്കുവാമേ. കൃപയോലും നിൻ വലതുകരം നീട്ടി അനുഗ്രഹമേകണമേ. സഭയെ കാത്തു ഭരിക്കണമേ. മരണത്തിൻ വായ്പൂട്ടണമേ. ശാന്തി ജഗത്തിൽ വിത ഇനിയും സിസ്റ്റേഴ്സും അച്ഛന്മാരും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ദൈവം അമ്മയിലൂടെ നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മ നമുക്ക് നൽകിയ മാതൃക ഒരുമയുടെ, ക്ഷമയുടെ, ശാന്തതയുടെ, സഹനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സംതൃപ്തിയുടെ മഹനീയമായ മാതൃക നമ്മുടെ ജീവിതത്തിൽ ഒപ്പിയെടുക്കുവാനും അങ്ങനെ അമ്മയുടെ ജീവിതം നമ്മിലൂടെ തുടരുവാനും നമുക്ക് അമ്മയുടെ മുമ്പിൽ നിന്ന് തന്നെ പ്രതിജ്ഞ ചെയ്യാം. അമ്മ എപ്പോഴും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന അമ്മ, എപ്പോഴും എന്തു വന്നാലും പൊട്ടാത്ത ഉറപ്പുള്ള ഒരു അണക്കെട്ടായിരുന്നു. ജീവിതത്തിൽ ഏതെല്ലാം കോളിളക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും പരിശുദ്ധ വ്യാകുല മാതാവിൻ്റെ നാമധേയത്തിലുള്ള കൈപ്പറ്റൂർ പള്ളിയുടെ ആ അമ്മയുടെ ഹൃദയം പോലെ വിങ്ങിപ്പൊട്ടുന്നുണ്ടായിരുന്നെങ്കിലും ആരെയും ഒരിക്കലും നോവിക്കാതെ എല്ലാവരെയും ഒരുമയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മെ സഹായിച്ച വലിയ സാന്നിധ്യമാണ്, അനുഗ്രഹമാണ്. ആയതിനാൽ വളരെ സമചിത്തതയോടെ അമ്മ നൽകിയ മനോഹരമായ ആ മാതൃക നമുക്കും മറ്റുള്ളവർക്കായി സമ്മാനിക്കാം. അങ്ങനെ ദീർഘക്ഷമ എന്ന് പറയുന്ന മനോഹരമായ സുഹൃതം അമ്മയിലൂടെ നമുക്ക് കരഗതമായിട്ടുണ്ട്. അത് ജീവിക്കുവാനായിട്ടുള്ള ഒരു പ്രതിജ്ഞ, സൂക്ഷിക്കുവാനായി എന്തെങ്കിലും കൈമുതലാക്കുവാനായിട്ടുള്ള ധന്യമായിട്ടുള്ള നിമിഷങ്ങളാണ്. ആയതിനാൽ ഈ അവസരത്തിൽ ഇനി അച്ഛന്മാരെല്ലാം വന്നു കഴിയുമ്പോൾ എനിക്കൊരു പീസ് പാടുവാനായിട്ടുള്ള അവസരം ഉണ്ടായെന്ന് വരികയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ കർമ്മം ചെയ്യുന്നത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കരുണയുള്ളവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും
പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമവിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ല വരുത്തു വലം ഭാഗേ. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മദനായുസ്സും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്ഥിതനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഉന്നത നിർമ്മനാം മിശിഹാനാഥ മലരെല്ലാരും മിന്നി വിളങ്ങൂ വദനമുടണരാൻ വരമരുളേണം. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവവും ജീവിതായകമായ ശബ്ദത്താൽ ആസനേർപ്പിച്ച കർത്താവേ, ആ ശബ്ദമഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, മരിച്ചവരെ നീ കരുണാപുരം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപുരം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷ മരണമടഞ്ഞവരെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കുന്നു. ആശ്രയിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മഹിമയുടെ അന്തിമവിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ല വരത്തു വലം ഭാഗേ. നാശവും ഭൂമിയുടേതാകുന്നു. നാശവും ഈ ഭൂതലവും താവകം. ോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാൻ നിൻസുതരെ നിത്യവിരുന്ന് ചേർക്കണമേ. ആത്മാവിനെ സ്തുതി. ഭാവാപുത്രൻ ഗോഹായെ
മൃതനാമെന്നിൽ കനിയേ പ്രഭയമെങ്ങും പൊങ്ങി മുഴങ്ങം കാരണനാദം ഉദിതമല്ലോ ഇന്നലെ ജനിക്കപ്പെട്ടവർക്കായി അവതാരത്തിന്റെ ശുദ്ധമാക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ ഈ സൗകര്യം സ്വീകരിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിലും എൻ്റെ കൃപയും അനുഗ്രഹവും ബന്ധനമുഖ്യമാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഭൂതലവും സ്ഥാപിക്കുന്നു കർത്താവേ. ജീവിക്കുന്നവൻ അഭയൊന്നു നൽകണമേ മകനായുസ്സും. വലിയമായ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങൾ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. കർത്താവേ, അങ്ങ് ആകാശത്തിലും ഭൂമിയിലും സ്തുതനാം. അൻപതിനാത്തോരധികലമോദം നുകരാൻ മുതലേ മഹിമാവൊഴുകും മണവറയിങ്ങൾ ചേർക്കണം. അമ്മയുടെ വിയോഗത്തിൽ ദുഃഖിതനായിരിക്കുന്ന വർഗീസിനെ ഈ അവസരത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ അനുശോചനം അറിയിക്കുന്നു. മിനിഞ്ഞാന്നാണ് അച്ഛൻ്റെ അമ്മ മരിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു മൃതസംസ്കാരം പുത്തമ്പള്ളിയിൽ വെച്ച്. അച്ഛനും മിഷനിലായിരുന്നു അമ്മ മരിച്ചപ്പോൾ. അങ്ങനെ മിഷൻ പ്രവർത്തനത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും വളരെയധികം ഉത്സാഹവും ഓജസ്സും പകർന്നു തരുന്ന പ്രൊവിൻഷ്യാളച്ചൻ നമ്മോട് കൂടെയുണ്ട്. ഇപ്പോൾ ഓഫീസ് പാടുവാൻ പോകുന്നത് ബിജിനോർ പ്രവിശ്യയുടെ പ്രൊവിൻഷ്യാളായ വർഗീസ് വിദേശ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിരുതാപദൃശ്രീ പ്രാർത്ഥിക്കുക. നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവെ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങൾ പ്രതീക്ഷയാൽ നിന്റെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാവപുത്രൻ റൂഹായെ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. വിജയുടെ നാളിൽ വിജയപ്രഭയിൽ അമ്മയുടെ നിര്യാണത്തിൽ ഞങ്ങളെല്ലാവരുടെയും അനുശോചനം അറിയിക്കുന്നു. കാട്ടിലെ കുടുംബാംഗങ്ങളെ കർമാരാം സമൂഹത്തിൻ്റെ മുഴുവൻ പേരിലുള്ള ഭക്തച്ഛൻ്റെയും മറ്റ് സമൂഹാംഗങ്ങളുടെയും പേരിലുള്ള ദുഃഖവും അതിലുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകളും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഞങ്ങൾക്ക് കോളച്ചൻ ഞങ്ങളുടെ അവിടെ കർമാരാം ഫാക്കൽറ്റി ഓഫ് തിയോളജിയുടെ ഡീനാണ്.
അദ്ദേഹം തൻ്റെ ആ സമൂഹത്തിന് ബന്ധപ്പെട്ട സേവനങ്ങളെ ഞങ്ങൾ ഈ അവസരത്തിൽ തന്നെ ഓർക്കുകയും ചെയ്ത് ഈ പ്രാർത്ഥനയൊക്കെ ആരംഭിക്കാം. മരിച്ചവരെ അർപ്പിക്കുന്നവനെ പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, എന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആത്മരക്ഷയുണ്ടാകും. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആകാശത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആശ്രയേർപ്പിച്ച കർത്താവിയ ശുദ്ധമഗ്നീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്ന് ദാസിയെ വിളിക്കുകയും നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ ഉറക്കുന്നവനും നിറഞ്ഞ നീതിമാനുമായ കർത്താവേ. സഹോദരി സഹോദരന്മാരെ, കടന്നു പോകുന്ന പ്രിയപ്പെട്ട അമ്മച്ചിയുടെ പ്രിയ മക്കളെ, ബന്ധുമിത്രാദികളെ, ഏറ്റവും സ്നേഹമുള്ള നാട്ടുകാരെ, അമ്മച്ചി താമസിച്ചിരുന്ന ഈ വീടിനോട് യാത്ര പറയുന്ന ഹൃദയസ്പർശിയായ ഒരു കർമ്മമാണ് നമ്മൾ നടത്തുവാനായിട്ട് പോകുക. ഒത്തിരിയേറെ ഓർമ്മകൾ ഇവിടെയുണ്ട്. ആ ഓർമ്മകൾ നമുക്ക് നൽകിക്കൊണ്ട് അനുദപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പിതാവിൻ്റെയും പുത്രന്റെയും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന് നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹമുണ്ടായിരിക്കും. പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവനോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട.
എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. അനിയും വത്സയും ഇന്ന് വീട്ടമ്മമാരാണ്. ഈ വീട്ടിൽ മത്തായി ആണല്ലോ ജീവിക്കുന്നത്. പോളച്ചൻ എന്നോട് പറഞ്ഞത് മത്തായിയുടെ ഭാര്യ എൽസി അമ്മയെ പരിചരിച്ചിരുന്നത് മരുമകളെ പോലെയല്ല, ഒരു മകൾ അമ്മയെ പരിചരിക്കുന്നത് പോലെ അത്ര സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടുകൂടി സ്വന്തം അമ്മയെ പരിചരിക്കുന്ന വിധത്തിൽ തന്നെ ആ എൽസി ചേച്ചി അമ്മയെ പരിചരിച്ചിരുന്നു. സിസ്റ്റർ ലീനസ് MP-യിലുള്ള റേപ്പിയർ രൂപതയിൽ ഇപ്പോൾ സേവനം ചെയ്യുന്നു. പോളച്ചൻ നമുക്കേവർക്കും അറിയാവുന്നതുപോലെ ബിജിനോർ പ്രോവിൻസിലെ CMI സഭാംഗമാണ്. അദ്ദേഹം ധർമാരാം വിദ്യാക്ഷേത്രത്തിൽ തിയോളജി ഫാക്കൽറ്റിയിലെ ഡീനാണ്. അധ്യാപകരും വിദ്യാർത്ഥികളുമെല്ലാം അങ്ങേയറ്റം വിലമതിക്കുന്ന ഒരു നല്ല പ്രൊഫസറാണ്, നല്ല ഒരു പ്രാസംഗികനാണ്, നല്ല ഒരു എഴുത്തുകാരനാണ്. ഞങ്ങളെ എല്ലാവരെയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. ഞങ്ങളെല്ലാം നമ്മെപ്പോലെ ഒരു മനുഷ്യ വ്യക്തിയായിരുന്നു. മാനുഷികമായ ബലഹീനതകൾ മൂലം എന്തെങ്കിലും തെറ്റുകൾ പോരായ്മകൾ അമ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ അവയെല്ലാം പുറത്ത് അമ്മയെയും സ്വർഗ്ഗരാജ്യത്തിലെ പ്രവേശിപ്പിക്കണമെന്ന് ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനായ യേശുവിനോട് നമുക്ക് ഇപ്പോൾ പ്രത്യേകമായി പ്രാർത്ഥിക്കാം. കുടുംബാംഗങ്ങളുടെ പ്രത്യേകിച്ച് പോളച്ചനോടുള്ള അനുശോചനം. ശിക്ഷിക്കപ്പെടാത്തവരും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ദാസിമാർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന നിത്യമായ സൗഭാഗ്യത്തിലേക്ക് പ്രിയപ്പെട്ട അമ്മച്ചി ദേവനെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. സത്യവിശ്വാസത്തോടെ ഈ ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽകൃത്യങ്ങളായ ദൈവത്തെ പ്രസാദിപ്പിച്ച ഈ ആട് ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കും. വഴിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളു.
കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ നാളിൽ കർത്താവേ അണയുമ്പോൾ കരുണയുടെ ഭൂമിയിലേതാകുന്നു ആകാശവും ഭൂതലവും താപകമല്ലോ കർത്താവേ ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മദനായുസ്സും സന്തോഷത്തിൽ അവരാനന്ദിക്കും കർത്താവേ നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അതിമുതലുള്ളവയെല്ലാം തെളിവായ എന്നുടെ നാഥ നിൻ തിരുമഴിയെല്ലാം കാണുന്നു. അതിമുതലനേക്കുവാമേൻ സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമയോടെ നന്മല ചരിതകളാം സാറായ ഈശ ഭർത്താവും കൂടെ കടശീലുത്താനും നിതരാം കനിവാർന്നരുളട്ടെ കർത്താവഖിലേശൻ. കർത്താവിൻ ദാസീവിധി നാളിൽ കാകള സംഗീതം നിന്നെ വിളിച്ചിട്ട് മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമയോടെ ഹൃദയോർത്തിനി നിങ്ങൾ മുറക്കം കർത്താവിൻ ദാസീവിധി നാളിൽ കാകള സംഗീതം നിന്നെ വിളിക്കട്ടെ മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമയോടെ മൺപേടെ പോലെ കർത്താവിൽ ഞാൻ തേടി വിളിക്കുന്നു. മച്ചരി അർപ്പിക്കുന്നവനെ തിരുനാമത്തിന് സ്തുതി. അവർ നിത്യവുമെന്നെ പരിഹസിക്കുന്നു. ഇതിന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മരിച്ചവരെ നീ കാരുണ്യപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. പ്രേക്ഷിച്ച് മരണമടഞ്ഞവരെ മമ്മിയുടെ അർപ്പിക്കണമേ. ജീവന്റെ മരണത്തിനെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. പ്രിയപ്പെട്ടവരെ, ആദ്യമേ തന്നെ ദൈവത്തിന് നന്ദി പറയട്ടെ. ഇങ്ങനെ വളരെ സുന്ദരമായ കാലാവസ്ഥയിൽ ഈ കർമ്മങ്ങൾ നടത്തുവാൻ നമ്മെ ദൈവം അനുഗ്രഹിച്ചു. അത് അമ്മയുടെ സുഹൃത്തത്തിൻ്റെ ഫലമാണെന്നാണ് ഞാൻ വിശ്വസിക്കുക.
നമുക്ക് കാണാറിയുന്നുണ്ടോ